നെസ്ലിൻ്റെ ആലപ്പുഴ ജിംഖാന കൂടെ വലിയൊരു വിജയമാവുന്ന ഈ ഒരു സാഹചര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ നെസ്ലിനെ കുറിച്ച് പറയാനുണ്ട്. അതിലൊന്നാണ് നെസ്ലിൻ്റെ സോഷ്യൽ മീഡിയയിൽ നേരിടേണ്ടി വരുന്ന ഹേറ്റ്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് നെസ്ലിനെ കുറിച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇഷ്ടമല്ലാത്ത എന്നാണ്. എന്നാൽ ഈ അടുത്ത് കുറച്ചധികം വീഡിയോകൾ കണ്ടതിലൂടെ യങ്സ്റ്റേഴ്സിലും ചിലർക്കെങ്കിലും നെസ്ലിനെ പുച്ഛിക്കുന്നതായും തെറി പറയുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നെസ്ലിനെ സമ്മതമില്ലാത്ത ഒരാൾ ഫോട്ടോയ്ക്കായി പിടിച്ചു നിർത്തുകയും അത് നെസ്ലിനെ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരുമാതിരി ആളുകളെല്ലാം നെസ്ലിനെ ആ ഒരു സംഭവത്തിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നെങ്കിലും കുറച്ചുപേർ നെസ്ലിനെ ആ പ്രവൃത്തിയോട് എതിർത്തറിയിച്ചിരുന്നു. ഇങ്ങനെ ഹേറ്റ് ചെയ്യാൻ നെസ്ലിന് മാത്രം എന്താണ് കുഴപ്പം? നെസ്ലിൻ ആദ്യമായി അഭിനയിച്ചത് മധുരരാജ് എന്ന സിനിമയിലായിരുന്നു. മെഗാസ്റ്റാർ സിനിമയിൽ പക്ഷേ ഒരു വേഷമൊന്നും നെസ്ലിന് ലഭിച്ചിരുന്നില്ല. വെറുതെ ക്രൗഡിൽ നിൽക്കുന്ന 1000-ഓളം പേരിൽ ഒരാളായിരുന്നു. എന്നാൽ ഇന്ന് മെഗാസ്റ്റാർ പടത്തിന് തന്നെ ക്ലാഷ് വയ്ക്കാൻ പാകത്തിന് നെസ്ലിൻ വളർന്നിരിക്കുന്നു. ഈ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഓഡിയൻസിനെ രസിപ്പിക്കും വിധമുള്ള സ്ക്രിപ്റ്റുകൾ തിരഞ്ഞെടുത്തുകൊണ്ടാണ് നെസ്ലിൻ്റെ ഈ വളർച്ച ഇത്രയധികം പെട്ടെന്ന് സാധ്യമായത്. ഇപ്പോൾ നെസ്ലിന് പോലും അറിയില്ല നെസ്ലിൻ എത്ര വലിയ വിലപിടിച്ച താരമാണ് എന്നതിനെക്കുറിച്ച്. എനിക്ക് തോന്നുന്നത് ഇനിയും നെസ്ലിന് സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വരും എന്നാണ്. മറ്റു താരങ്ങളുടെ ഫാൻസിൽ നിന്നും നെസ്ലിൻ്റെ ഉയർച്ചയിൽ അസൂയപ്പെടുന്ന ഹേറ്റേഴ്സിൽ നിന്നും നെസ്ലിനെ പോലൊരു യുവതാരം മലയാള സിനിമയെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തനാണ്. മറ്റൊരു ഇൻഡസ്ട്രിയിലും ഇതുപോലൊരു യുവതാരത്തെ കാണാൻ സാധിക്കില്ല.